മലയാളികളും രാജസ്ഥാനികളും അടക്കമുള്ള ബാച്ചിലേഴ്സ് തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് ആഭ്യന്തര വകുപ്പും മുനിസിപ്പാലിറ്റി അധികൃതരും ചേർന്ന് വ്യാപക പരിശോധന നടത്തിയത്. ബിനയ് ദൽഘർ മേഖലയിലായിരുന്നു പരിശോധന വ്യാപകം. ആയിരക്കണക്കിന് പേരെ ഇവിടെ നിന്നും അധികൃതർ ഒഴിപ്പിച്ചു. മംഗാഫ് മേഖലയിൽ 49 പേരുടെ ജീവനെടുത്ത അഗ്നിബാധയുടെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. പാർട്ടീഷനുകളിൽ താമസിച്ചിരുന്നവർ, കെട്ടിടങ്ങളുടെ വശങ്ങളിലേക്ക് ഇറക്കിക്കെട്ടി താമസിച്ചിരുന്നവർ, ബേസ്മെന്റിൽ താമസിച്ചിരുന്നവർ, അനുവദനീയമായതിനേക്കാൾ കൂടുതൽ പേർ താമസിച്ചിരുന്ന ഇടങ്ങൾ എന്നിവയെല്ലാം ഒഴിപ്പിച്ചു. ഫ്ളാറ്റുകൾ സ്വന്തം പേരിലെടുത്ത് പാർട്ടീഷൻ നടത്തി നിരവധി പേർക്ക് താമസിക്കാൻ നൽകിയിരുന്നതായി കണ്ടെത്തി. ജിപ്സം ബോർഡും മരപ്പലകയും ഉപയോഗിച്ചാണ് പാർട്ടീഷനുകൾ നടത്തിയിരുന്നത്. മാത്രമല്ല, സ്ഥലപരിമിതി മൂലം വരാന്തയിലും ബാൽക്കണിയിലുമാണ് ആളുകൾ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഇതെല്ലാം തീപിടുത്തമുണ്ടായാൽ വൻ ദുരന്തത്തിന് വഴിവെക്കുമെന്ന് മംഗഫ് അഗ്നിബാധയെക്കുറിച്ച് അന്വേഷിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഒരു കുവൈറ്റ് ദിനാറിന് 272 രൂപയോളമാണ് വിനിമയ നിരക്ക്. ഇതിനാലാണ് സാധാരണ തൊഴിലാളികൾ ഇത്തരം താമസ കേന്ദ്രങ്ങളിൽ അഭയം തേടുന്നത്. മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്.